കായംകുളം നഗരസഭാ പരിധിയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും കായികപരമായി ശാസ്ത്രീയമായ പരിശീലനം ലഭ്യമാക്കുന്നതിന് ഒരു സമഗ്ര കായിക സ്റ്റേഡിയമോ പരിശീലന കേന്ദ്രമോ ഉടൻ സ്ഥാപിക്കണമെന്ന് കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് മുഴുവൻ നഗരസഭാ കൗൺസിലർമാരെയും നേരിൽ കണ്ട് ഭാരവാഹികൾ നിവേദനം നൽകി. കായംകുളം നഗരസഭാ പരിധിയിൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും കായികപരമായി ശാസ്ത്രീയ പരിശീലനം ലഭ്യമാക്കുന്നതിന് ഒരു സമഗ്ര കായിക സ്റ്റേഡിയമോ പരിശീലന കേന്ദ്രമോ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കായംകുളം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും നേരിൽ കണ്ട് നിവേദനം നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിൽ ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് ഏറ്റെടുത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറികടന്ന് കായംകുളത്തിന്റെ വികസന താൽപര്യം മുൻനിർത്തി തീരുമാനം കൈക്കൊള്ളണമെന്ന് അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. കായംകുളം പോലെയുള്ള വിദ്യാഭ്യാസ സാംസ്കാരികമായി മുന്നേറിയ നഗരത്തിൽ കുട്ടികൾക്കും യുവജനങ്ങൾക്കും കായിക പരിശീലനത്തിന് അനുയോജ്യമായ സ്ഥിരം സ്റ്റേഡിയമോ പരിശീലന കേന്ദ്രമോ ഇല്ലാത്തത് വലിയ പോരായ്മയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിനായി MLA, വികസന ഫണ്ട്, MP ഫണ്ട്, സംസ്ഥാന കായിക കൗൺസിൽ, കേന്ദ്ര സർക്കാർ കായിക പദ്ധതികൾ തുടങ്ങിയ എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്താൻ നഗരസഭാ കൗൺസിൽ തലത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു. നിവേദന സംഘത്തിൽ ആലപ്പുഴ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, കായംകുളം മേഖലാ ജനറൽ സെക്രട്ടറി TG അജികുമാർ, മേഖലാ ട്രഷറർ നിഹാസ് അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.